ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയെ ചേർത്ത് പിടിക്കുകയാണ് അച്ചമ്മ. അങ്ങനെ രേവതിയും കൂട്ടി പോയി ഫുഡ് കഴിക്കാൻ പോകുന്നു. അങ്ങനെ അവരവിടെ പോയിരുന്ന് കഴിക്കാനായിട്ട് ഒരുങ്ങുന്നു. അച്ചമ്മയും കൊച്ചുമോളും കൂടി ഇരുന്ന് വയറ് നിറയെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ അങ്ങനെ അച്ചമ്മ വാരി കൊടുക്കുന്നു. അപ്പോൾ അച്ചമ്മ വാരി കൊടുക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ മക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് ചന്ദ്രയും ചന്ദ്രയുടെ കൂട്ടുകാരിയും കൂടെ അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണേ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഒട്ടും അങ്ങ് ദഹിച്ചില്ല. കൂട്ടുകാരിയെ തൊട്ടരികിലിരുന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ രേവതിയും മുത്തശ്ശിയും കൂടെ അവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കാം. അതായത് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ വീട്ടിലെ അവസ്ഥകളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ. എന്നിട്ട് നമ്മുടെ രേവതി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വിക്കി പോയി രേവതിക്ക് തലയിൽ ഇങ്ങനത്തെ കൊട്ടിക്കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. അങ്ങനെ അച്ഛമ്മ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതൊക്കെ കണ്ട് ചന്ദ്രയ്ക്ക് അങ്ങ് കലി കയറിയിട്ട് പാടില്ല. ഇപ്പോഴേ ചന്ദ്രയ്ക്ക് കലിപ്പായി രേവതിയോട്. കൂട്ടുകാരിയുടെ കുശുമ്പും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പൂർത്തിയായി. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം ഒരമ്മ എന്തുമാത്രം സന്തോഷത്തോടെയാ ഇന്ന് ഈ മണ്ഡപത്തിൽ നിൽക്കേണ്ടതെന്നും എനിക്കതിന് പറ്റുന്നില്ലെന്നും ചന്ദ്ര കൂട്ടുകാരിയോട് പറയാം. കഴുത്തോളം കടത്തിൽ മുങ്ങിയ ഒരു കുടുംബത്തിൽ നിന്ന് കയറി വരാൻ പോകുന്ന എൻ്റെ മരുമോള് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ കൂട്ടുകാരിയോട് ചോദിക്കണം ചന്ദ്ര. ഗുണ്ടകൾ വന്ന് കാത്തു നിൽക്കുക, ഇന്ന് മണ്ഡപം, നാളെ അവരെൻ്റെ വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ ആര് കണ്ടു എന്നൊക്കെ ചോദിച്ചപ്പം അങ്ങനെയൊന്നും തൽക്കാലം ഇപ്പം ചിന്തിക്കേണ്ടെന്നും, എന്തായാലും കല്യാണത്തിന് ഇറങ്ങി തിരിച്ചതല്ലേ, ഇനിയിപ്പോൾ എന്തു വന്നാലും അത് നടത്തിയിട്ട് മടങ്ങാമെന്നുള്ള കാര്യം കൂട്ടുകാരി പറയാം. ആ കടം മുഴുവൻ സുധി വീട്ടേണ്ടി വരുമോ ഭാമയെന്ന് ചോദിച്ചപ്പോൾ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്ത് പറയാനാ, വീട്ടേണ്ടി വരുമല്ലേ എന്ന് ഈ ചന്ദ്ര അന്നേരം ഭാമയോട് ചോദിച്ചു. രവിയേട്ടന് അവൻ 50 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നും ബിസിനസ് തുടങ്ങാനായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് മുഴുവനും ആ രേവതി എന്ന് പറയുന്നവളുടെ കടക്കാർ കൊണ്ടുപോകുമെന്ന് എനിക്ക് പേടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ചെയ്യിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഭാമയുടെ മകൻ്റെ സ്വഭാവം ഇരട്ടി വെളുക്കുന്നതിന് മുന്നേ മാറിയത് ഭാമ കണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ ശരി തന്നെയാണെന്നും ഇപ്പം അവള് പറയുന്നതാണ് വേദവാക്യമെന്ന് ഭാമയും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ടെൻഷൻ കൂടി. മകനിനി അങ്ങനെ ആയി പോകുമെന്നുള്ള പേടി. അങ്ങനെ അല്ലെങ്കിലും നമ്മൾ അമ്മമാർക്ക് ആൺമക്കൾ വെള്ളത്തിൽ വരച്ച വര പോലെ തന്നെയാണെന്നും പറഞ്ഞ് അതിനുള്ള കുശുമം പറഞ്ഞു കൊടുക്കുന്നു. ദേ വരാറുണ്ടോ? ഉണ്ട്. എന്നാൽ കാണാൻ പറ്റുമോ? അതില്ല. എന്ത് ചെയ്യാനാ, അങ്ങനെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് കാക്കയുടെ റോള. മുട്ടയിട്ട് വിരിയിച്ച് വലുതായി കഴിയുമ്പോൾ എവിടുന്നോ പറന്നു വന്ന കുയിൽ അതിനെ കൊത്തിയെടുത്തുകൊണ്ട് അങ്ങ് പോകും. അതാണ് സംഭവിക്കുന്നത് നമ്മുടെ അമ്മമാരുടെ കാര്യത്തിലെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കുശുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യാനാ ഭാമി, കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, കഷ്ടമായിപ്പോയി. ഞാൻ വാശിയോടെ അത് പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം ഒരിക്കലും നടക്കില്ലായിരുന്നു എന്നും ഇപ്പോൾ വൈകിപ്പോയെന്നൊക്കെ ഭാമയോട് പറയുമായി ചന്ദ്ര. ഇനി അതൊക്കെ അനുഭവിക്കാതെ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കൂട്ടുകാരിക്ക് അതൊക്കെ സന്തോഷം. ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഒരു മരുമകൾ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന രവിയേട്ടൻ ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ നടക്കുക. അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വന്നു. അമ്മ വന്നപ്പോൾ മകൻ്റെ ആ മുഖത്ത് സങ്കടം കണ്ടു. ഈ സമയത്ത് എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ രേവതിയുടെ വീട്ടിലെ അവസ്ഥകളെ പറ്റി പറയാം. അതിന് ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് അമ്മ പറഞ്ഞു. ദേ, നീ ചെയ്ത തെറ്റിന് നീ പ്രായശ്ചിത്തം ചെയ്യാൻ പോവല്ലേ, ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം സന്തോഷമായിട്ട് മുന്നോട്ട് പോവണ്ടേ, മുന്നിൽ നിന്ന് ചെയ്യുകയും വേണം. അല്ലാതെ നിന്റെ ഭാര്യ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നേ. ചന്ദ്ര വന്നപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക, മകനും കൂടെ ചേർന്ന്. അവർ ഈ കാണിക്കുന്നതൊക്കെ മോശമല്ലേ എന്ന് ചന്ദ്ര അന്നേരത്തേക്കും ചന്ദ്ര ചോദിച്ചപ്പോൾ അവർ ഈ കാണിക്കുന്നതൊക്കെ മോശമാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതിലൊരു ന്യായമുണ്ടെന്ന് അമ്മ പറയാം. കടം കൊടുത്ത കാശ് വാങ്ങാനല്ലേ അവർ ശ്രമിക്കുന്നത്, അങ്ങനെ ശ്രമിക്കണ്ടേ, അതൊരു തെറ്റായ കാര്യമല്ലല്ലോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു മോൻ. അത് പിന്നെ വേറൊന്നുമല്ല, ഞാൻ നോക്കിയിട്ട് ആ കടം വീട്ടാനേ രേവതിയുടെ വീട്ടുകാർക്ക് ഈ ജന്മം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. വളരെ വളരെ പാവങ്ങളാ, എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ, അതുകൊണ്ട് അമ്മ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചന്ദ്ര ചോദിച്ചപ്പോൾ ആ കടം മുഴുവൻ ഞാൻ വീട്ടിക്കോളാവെന്ന് പറഞ്ഞു അമ്മ. ഇത് കേട്ടപ്പോഴേക്കും അവരുടെ മുഖമൊക്കെ മാറി. തറവാടും പറമ്പും പിന്നെ അല്ലറ ചില്ലറ ഡിപ്പോസിറ്റുകളും സച്ചിക്ക് കൊടുക്കാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിൽ നിന്നെടുത്ത് വീട്ടാവെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശി പറഞ്ഞപ്പോൾ അവരുടെ കടം നമ്മളെന്തിനാണ് വീട്ടുന്നതെന്ന് ചന്ദ്ര ചോദിച്ചു. അത് അവരുടെ ബാധ്യതയല്ലെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ നീ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം അത് നമുക്കില്ലേ ചന്ദ്രയെന്ന് അമ്മ ചോദിച്ചു. അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്കൊന്നും പറയാനില്ല. അന്യരൊന്നും അല്ലല്ലോ, ദേ സുധിയുടെ ഭാര്യ വീട്ടുകാരല്ലേ, അവർ നിൻ്റെയും കൂടെ ബന്ധുക്കളല്ലേ, ഈ വന്ന് കയറുന്ന മോള് നിൻ്റെ മോളായിട്ട് നിൽക്കേണ്ടവളല്ലേ എന്നൊക്കെ ചോദിച്ചു. അല്ലമ്മേ, എന്നാലും എന്താ നിനക്ക് അവളെ മകളായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അങ്ങനെയല്ല, ഇത്രയും തുകയൊക്കെ കളയുക എന്ന് പറഞ്ഞാൽ എടി ചന്ദ്രേ, പണത്തിനൊപ്പം ബന്ധം കേൾപ്പിക്കുന്ന നിൻ്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതങ്ങ് നിർത്തിക്കോളാൻ പറഞ്ഞു. പണം ഇന്ന് വരും നാളെ പോകും, അതുപോലെയല്ല ബന്ധങ്ങൾ, മനസ്സിലായോ നിനക്ക്? അത് ജീവിതകാലം മുഴുവനും നിലനിൽക്കേണ്ടതാണെന്നും അതിനൊരു പവിത്രതയുണ്ടെന്നും മുത്തശ്ശി ചന്ദ്രയോട് പറയാം. എത്ര കാശ് കൊടുത്താലും
കിട്ടാത്തൊരു പെൺകുട്ടിയാണ് രേവതിയെന്നും അതുപോലെ ഒരു പെൺകുട്ടിയെ നിനക്ക് കിട്ടുന്നതിൻ്റെ ഭാഗ്യമാണ്. അവൾക്ക് വേണ്ടി എന്ത് ചിലവാക്കേണ്ടി വന്നാലും അതൊട്ടും കൂടുതലല്ലെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ നിന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടപ്പം രവിക്ക് ഭയങ്കര സന്തോഷമായി. നീ എന്ത് പറയുന്നു രവി എന്ന് അമ്മ ചോദിച്ചു. നീയാണ് എൻ്റെ മോൻ, നീയാണ് പറയേണ്ടത്, നിന്റെ അഭിപ്രായം എനിക്ക് അറിയണമെന്ന് പറഞ്ഞപ്പോൾ രവിയും അതിനെ സമ്മതിച്ചു. 2 കൈ നീട്ടി സ്വീകരിച്ചു. അങ്ങനെ അമ്മയും മോനും കൂടി ആ ഒരു തീരുമാനം എടുത്തു. അപ്പോൾ അവരന്നേരത്തേക്കും പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ചന്ദ്ര ചോദിച്ചപ്പോൾ കല്യാണം നശിപ്പിക്കാനാണ് അവരുടെ ശ്രമമെങ്കിൽ അവർ ഓട്ടിക്കും ഞാൻ, അതും പറഞ്ഞ് അങ്ങനെ നമ്മുടെ അമ്മ നിൽക്കുമ്പോൾ ചന്ദ്ര തുള്ളിച്ചാടി അങ്ങ് പോയി. ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞപ്പം ഒരു വകതരിവില്ലാത്ത സാധനം വന്ന് ചന്ദ്രയെക്കുറിച്ച് അമ്മ അവിടെ നിന്ന് പറയാം. രവി നീ വേഗം തയ്യാറായിട്ട് നിൽക്കുക, ആടിയെങ്കിൽ ആടി, കല്യാണം ഗംഭീരമാവണമെന്ന് പറഞ്ഞ് അമ്മ അങ്ങ് പോവുക. അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഭാമയുടെ അടുത്ത് ചെന്ന് നിന്ന് ഈ കഥ മുഴുവൻ ചന്ദ്ര വിളമ്പുക. എൻ്റെ ദൈവമേ എന്ത് ചെയ്യുന്നേ. അപ്പോൾ അവരെല്ലാം തോലച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം. അവളുടെ കട മുഴുവൻ എൻ്റെ അമ്മായിമ്മ വീട്ടാൻ പോകുവാണെന്നൊക്കെ ചന്ദ്ര ചെന്ന് പറഞ്ഞു. ഇഡ്ഡലി മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അവൾ സൂത്രശാലിയാണ് സത്യഭാമേ. അവളെ സൂക്ഷിക്കണമല്ലേ. ആ രേവതി അവൾ പ്രശ്നക്കാരിയാ. ഭാവ ആദ്യ രവിയേട്ടൻ, ഇപ്പം രവിയേട്ടൻ്റെ അമ്മ അവൾ ഓരോരുത്തരായിട്ട് അവളുടെ പക്ഷത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. നീ എന്ത് ചെയ്യണം? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുമല്ലോ ഭാമയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. എന്തായാലും നിന്റെ പ്ലാൻ ഒന്നും നടക്കാൻ പോണില്ല ചന്ദ്രേ. കാരണം നീ ഉദ്ദേശിച്ചതൊന്നും അല്ല നടക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് നീ എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്ത് പറയാനാ? നമുക്ക് നോക്കാം. കല്യാണം കഴിഞ്ഞ് അവൾ നിന്റെ അടുത്തേക്ക് തന്നെയല്ലേ വരുന്നത്. ഇടിച്ച് പിഴിഞ്ഞ് ഉണക്കി പിഴിഞ്ഞ് കഷായം വെച്ച് കുടിക്കാം പോരേന്ന് ചോദിച്ചു ഭാമ. അതൊന്നും നടന്നില്ലെങ്കിൽ അത് നിന്റെ വിധിയാണെന്ന് കരുതി നീ അങ്ങ് സമാധാനിക്കാൻ പറഞ്ഞിട്ട് കൂട്ടുകാരി അങ്ങ് പോയി. പിന്നെ ഭാമ അവിടെ നിന്ന് ഇങ്ങനെ ആലോചന തുടങ്ങി. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് നീലിമയുടെ വീട്ടിലേക്ക് നീലിമയുടെ ഫ്രണ്ട് വരുന്നു. അപ്പം നീലിമ അവിടെ വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. 50 ലക്ഷത്തിൻ്റെ ഉടമയാകാൻ പോവല്ലേ. കൂട്ടുകാർ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും വിശേഷങ്ങളൊക്കെ പറയുന്നു. ഇന്ന് എന്താണ് നിന്റെ പ്ലാൻ എന്നിങ്ങനെ ചോദിച്ചപ്പം ഈ ഒരു ചോദ്യം നീ നേരത്തെ എന്നോട് ചോദിച്ചിട്ടുള്ളല്ലോ എന്ന് ചോദിച്ചു നീലിമ. അപ്പം പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്കിപ്പോഴും നിന്നോട് പറയാനുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാകില്ല, ഉണ്ടായാൽ തന്നെ ഞാനത് നേരിട്ടോളാം എന്നുള്ള കാര്യം പറയുന്നു. സാമ്പത്തിക തട്ടിപ്പ് ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നടത്തുന്നതെന്നൊക്കെ പറഞ്ഞ് കേസും കോടതിയും ജയിലും ഒക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഒന്നുമില്ലെന്നും നേടാനേ ഉള്ളൂ എന്നൊക്കെ നീലിമ കൂട്ടുകാരിയോട് പറയുന്നു. നിനക്കറിയാവോ, ഞാൻ മാത്രമല്ല എന്നെയും പലരും ചതിച്ചിട്ടുണ്ട്. ഈ ലോകമെന്ന് പറയുന്നതേ ഒരു വലിയ ചതി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഗോളമാണ്. അവിടെ എനിക്ക് പിടിച്ചു കയറാനുള്ള അവസരങ്ങളിൽ ഞാൻ നന്നായി തന്നെ പിടിച്ചു കയറും. അതിനുള്ള അവസരങ്ങൾ ഈശ്വരൻ എനിക്ക് കൊണ്ടുതരും. സുധി ഒരു മണ്ടൻ മാത്രമല്ല ഒരു പേടിത്തൊണ്ടനും കൂടിയാണെന്ന് പറയുന്നു നീലിമ. അങ്ങനെയുള്ളവരെ പറ്റിക്കാനേ വളരെ എളുപ്പമാണെന്നും. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. വേഗം തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നു. വേറെ ആരും ആയിരുന്നില്ല, സുധി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സുധി ഇങ്ങനെ ആകെ വെപ്രാളം കയറി ചോദിക്കുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നേ? നിന്നോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നതെന്ന് നീലിമ ചോദിക്കുക. അതെ, എന്നാലും എനിക്ക് ആകെ എനിക്ക് ടെൻഷൻ ആകുന്നു. സമയമായിക്കൊണ്ടിരിക്കുകയല്ലേ, എൻ്റെ നെഞ്ച് പടപടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുക. എന്നൊരു മയക്കി കൂടി ആ ഇടിപ്പ് കല്യാണം കൂടാൻ വന്നവരെ എല്ലാവരെയും നീ കേൾപ്പിക്കാൻ പറഞ്ഞു നീലിമ. അവർക്കതൊക്കെ ഒരു രസമായിരിക്കൂടാന്നൊക്കെ പറഞ്ഞ് ഈ നീലിമ ഇങ്ങനെ കളിയാക്കുന്നു. കൊച്ചു കുട്ടികളെ പോലെ പെരുമാറിയാലേ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മണ്ഡപത്തിലോട്ട് വരും കേട്ടോ. പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് എൻ്റെ സുധിയുടെയും കല്യാണമായിരിക്കും, അത് വേണോന്ന് ചോദിച്ചു. അയ്യോ വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഫോൺ വെച്ചിട്ട് ആ മണവാളനായിട്ട് അങ്ങ് അഭിനയിക്കാൻ നോക്കാൻ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. സുധി നിന്ന് ടെൻഷൻ. ഈ സമയത്ത് നീലിമ അവിടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ രേവതിയെ ചേർത്ത് നിർത്തി രേവതിയും അച്ഛനും അമ്മയും എല്ലാവരും നിന്ന് ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു. നീ ഇതെവിടെ പോയി കിടക്കുമോ ചന്ദ്രേ? ഏത് നേരം നിന്നെ അന്വേഷിച്ച് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം. എല്ലാവർക്കും ദക്ഷിണ കൊടുത്തു കഴിഞ്ഞു, ഇനി നിനക്കേ ഉള്ളെന്ന് പറഞ്ഞ് ദക്ഷിണയൊക്കെ കൊടുപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ രേവതി ചന്ദ്രയ്ക്ക് ദക്ഷിണ കൊടുക്കുന്നു. അതും വലിയ ഇഷ്ടമൊന്നുമില്ലാതെയൊക്കെയാണ് മേടിക്കുന്നത്. ഈ സമയത്ത് അച്ഛമ്മയെ നോക്കിയിട്ട് അങ്ങ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ദക്ഷിണ കൊടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ നിന്റെ കല്യാണത്തിൻ്റെ അന്ന് നിന്റെ ഭാര്യ ഇതുപോലെ അനുഗ്രഹം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമെന്ന് ഞാൻ കരുതി. അവിടെ അവൾക്കന്ന് ഫോട്ടോഗ്രാഫർക്ക് മുന്നിലേ പോസ് ചെയ്യാനായിരുന്നു തിടുക്കമെന്ന് പറഞ്ഞ് ചന്ദ്രയെക്കുറിച്ച് പറയും. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ എന്ന് ചോദിച്ചു രവി. എത്ര കൊല്ലം കഴിഞ്ഞാലും അതൊന്നും ഞാൻ മറക്കില്ലെന്ന് അമ്മ അന്നേരം പറഞ്ഞു. എൻ്റെ പൊന്നെ, അതിനൊരു യോഗ്യത വേണ്ടെന്ന് മനസ്സുകൊണ്ട് ചന്ദ്ര പറഞ്ഞപ്പം എന്താടി നീ പറഞ്ഞെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് ചന്ദ്രയും.
ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇവർ തമ്മിലുള്ള പോരെന്നും പറഞ്ഞ് രവി അന്നേരം അവരോട് എല്ലാവരോടും പറയാതെ ഇത് രേവതിയോടും വീട്ടുകാരോടുവേ. അങ്ങനെ ഇവർ രസകരമായിട്ട് ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും അങ്ങ് പോയി. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മയും ലക്ഷ്മിയും അതുപോലെ തന്നെ അച്ഛമ്മയും എല്ലാവരും കൂടെ അവിടെ അങ്ങനെ നിൽക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും മാറി നിൽക്കുന്ന രവിയുടെ അടുത്തേക്ക് ചന്ദ്ര ചെന്നു. ദേ, ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നത് പേടി കൊണ്ടാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാ. ഞാനും നിങ്ങളുടെ അമ്മയും കീരിയും പാമ്പാണല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു രവി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, ഇതിലാരാ കീരി, ഞാനോ നിങ്ങളുടെ അമ്മയോ? അത് പിന്നെ ആർക്ക് വേണമെങ്കിലും ആകാമല്ലോ. നിനക്ക് വേണമെങ്കിൽ നിനക്കും ആകാമല്ലോ. കീരി വേണമെങ്കിൽ കീരി, അഥവാ പാമ്പ് വേണമെങ്കിൽ പാമ്പും ആകാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഒരു ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രമതിയാണോ നിങ്ങൾ പാമ്പെന്ന് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നടാ ഒന്നും മിണ്ടാതിരിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നേരത്തേക്കും പറയണോ കൂട്ടുകാരനോട് നമ്മുടെ രവി. കാരണം പേടിയുണ്ടേ, ജീവന് കൊതിയില്ലാത്ത ആരെങ്കിലും കാണുമോ? അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഇതേ സമയം പിന്നെ നമ്മുടെ രേവതിയുടെ അനുജത്തി കൂട്ടുകാരികളുമായിട്ട് സംസാരിക്കുന്നു. നല്ല പാർട്ടികളാട്ടോ. ജിനുവൊക്കെ എവിടെയാ എന്ന് ചോദിച്ചപ്പോൾ വരുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണോ എന്നൊക്കെ ചോദിച്ചു. ഇല്ലെങ്കിൽ കഴിക്കാം എന്നും പറഞ്ഞ് ഇവർ സംസാരിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴേക്കും സഹായിക്കാനും ഞാനും കൂടെ വരണമെന്ന് ചോദിച്ചുകൊണ്ട് സുധിയുടെ അനിയൻ അങ്ങോട്ടേക്ക് വന്നേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാ, കൂടെ പഠിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇത് സുധിയുടെ ബ്രദർ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ വലിയ ഷെഫാണെന്നും അടുത്ത് തന്നെ ഒരു ഗംഭീര റെസ്റ്റോറൻറ്റ് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ എല്ലാ വിവരങ്ങളും നിനക്ക് അറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ അറിയണ്ടേ, ഞങ്ങളിപ്പോൾ ഒറ്റ ഫാമിലി അല്ലേ ശ്രീ എന്ന് ചോദിച്ചു അനുജത്തി. അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് അമ്മ നടിമുടി ഇങ്ങനെ നോക്കാം. അച്ഛൻ്റെ അടുത്തുനിന്ന് മാറരുതെന്ന് നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ എന്ന് ശ്രീയോട് ചോദിക്കണം. അതെങ്ങനെയാ, വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മേ എന്നെ ആരും വിളിച്ചിട്ടൊന്നും ഞാൻ വന്നതല്ല, ഞാൻ ഇതിലേ പോയപ്പോൾ ദേവികയെ കണ്ടു, ഞാൻ ഇങ്ങ് വന്നതേ ഉള്ളൂ. ഇവരൊക്കെ ദേവികയുടെ ഫ്രണ്ട്സ് ആണെന്നും പറഞ്ഞു, കൂടെ പഠിക്കുന്നവരാണെന്നും. എൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് ശ്രീ എന്നിട്ട് ഇവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ചെറുക്കൻ്റെ അമ്മയാണോ പെണ്ണിൻ്റെ അമ്മയാണോ എന്ന് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. കല്യാണം കൂടാൻ വന്നവർ അത് കൂടിയിട്ട് പോകാൻ നോക്കാൻ ചന്ദ്ര ദേവികയുടെ കൂട്ടുകാരികളോട് പറയാം. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണമെന്നും ചോദിച്ച് നമ്മുടെ ശ്രീയോട്. അപ്പോൾ ദേവിക കാണാട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവികയുടെ നേരെ തുറച്ച് നോക്കി നിൽക്കുക ചന്ദ്ര. അപ്പോൾ എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല എൻ്റെ മക്കളെ വളർത്തിയതെന്നും അതിന് ഞാനെന്ത് ചെയ്തു എന്നാ? ഒന്നും ചെയ്യരുത്, അത് പറഞ്ഞെന്നേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് ദേവിക. പുതിയ തലമുറയെക്കുറിച്ചും അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും അമ്മയ്ക്കൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. BEd റാങ്ക് ഉണ്ടായിരുന്നു എനിക്ക്. തലമുറകളെക്കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചതൊന്നും അല്ല അമ്മയെന്ന് ദേവിക അങ്ങ് പറയാം. ഒരാണും പെണ്ണും സംസാരിച്ചാലേ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് വിചാരിക്കുന്നവരുടെ കാലവേ അതൊക്കെ കഴിഞ്ഞു പോയി എന്ന് ഞാനൊന്ന് ചുമ്മാ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്കറിയാം ഒരു ബന്ധം എവിടെ നിർത്തണം എവിടെ നിർത്തണ്ടെന്ന്. നീ എന്താടി എനിക്ക് ക്ലാസ് എടുക്കുവാണോ? ടീച്ചറാണ് ഞാൻ. അപ്പോൾ അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ടീച്ചർമാരെ ഞാനും ഒരുപാട് കണ്ടിട്ടുള്ളതാണെന്ന് ദേവിക. ഒരു ടീച്ചർ പെരുമാറുന്നത് പോലെയൊന്നും അല്ല അമ്മ ഇപ്പോൾ ഇവിടെ നിന്ന് പെരുമാറിയതെന്ന് പറഞ്ഞു ദേവിക. വഴക്കിടാനേ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കേസാണെന്നും പറഞ്ഞു. ഇതിൻ്റെ പേരിൽ എൻ്റെ ചേച്ചിയോട് മുഖം കറുപ്പിച്ച് സംസാരിക്കാനും പാടില്ല, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഉള്ളിലെന്തോ മുന വെച്ചാണ് അമ്മ സംസാരിച്ചത്. അത് ഞാൻ അതിനുള്ള മറുപടിയും പറഞ്ഞു. അത് ഇതോടുകൂടി തീർന്നു. ഇനി അമ്മയുടെ മനസ്സിൽ തിരിക്കരുത് കേട്ടോ, അതിവിടെ തീരണമെന്ന് തറപ്പിച്ചു പറയുക. ഇനി ഇതിൻ്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലെന്നും പറഞ്ഞു. അപ്പോഴേക്കും എന്നും പറഞ്ഞ് നിൽക്കുവാണ് ചന്ദ്രയെ. അപ്പോൾ എന്തായാലും ദേവികയുടെ മുന്നിൽ നാണം കെട്ട് ചന്ദ്ര അങ്ങ് പോയി. അന്നേരം കൂട്ടുകാരികൾ പറയാ, തള്ള മുറ്റു സാധനമാണല്ലോടീന്ന്. അപ്പോൾ ചേച്ചി എന്നെ പോലെയൊന്നും അല്ല കേട്ടോ, പെരുമാറ്റം കൊണ്ട് എല്ലാവരെയും കീഴ്പ്പെടുത്തിക്കോളും, നീ അന്നോർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരികളും ദേവികയും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതേസമയം പിന്നെ കാണിക്കുന്ന സച്ചി ആട്ടോ. സച്ചി ഇങ്ങനെ ജയിലിൽ കിടക്കല്ലേ. അപ്പോൾ നിനക്ക് ഗജാനന്ദനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വന്നൊരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ അതെന്താ സാർ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. അത് അയാൾ കാരണമാ നീ ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നതെന്നുള്ള കാര്യം പറയാം. അതുകൊണ്ട് അയാളുടെ പേരും പറഞ്ഞിട്ടാണ് നിന്നെ വന്ന് പൊക്കിയതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ SI സാറിന് ശമ്പളം കൊടുക്കുന്നത് ഗജാനന്ദനാണോ എന്നൊക്കെ സച്ചി ചോദിച്ചപ്പം എനിക്കറിയത്തൊന്നുമില്ല, CI സാർ നല്ലയാളാണ്, അദ്ദേഹം വരുമ്പോൾ നീ ഒന്ന് സംസാരിച്ച് നോക്കും, ചിലപ്പോൾ നിനക്ക് ഇവിടുന്ന് പോകാനായിട്ട് പറ്റുമായിരിക്കും. അയാളെൻ്റെ മുന്നിലില്ലാണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അവനെ കാണിച്ചു കൊടുത്തേനെന്ന് സച്ചി പറഞ്ഞപ്പോൾ നിൻ്റെ ദേഷ്യമൊന്നും CI സാറിന് മുന്നിൽ കാണിക്കരുത്, മാന്യമായി നിൽക്കുക, എളിമയോടെ പറഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കാമെന്നും സാറിന് വന്നോട്ടെ, എൻ്റെ ഏട്ടൻ്റെ കല്യാണം എനിക്ക് കൂടിയേ പറ്റുമെന്നൊക്കെ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ പറയാം. അപ്പം സച്ചിക്ക് നേരെ വന്ന ആ വലിയൊരു ചതി നമ്മുടെ സച്ചി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പം സച്ചി ഇതുവരെ വന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രവി ഫോൺ ചെയ്യുന്നിടത്തേക്ക് അമ്മ വരുക. അപ്പം ഞാൻ ഇപ്പോഴും കൂടെ വിളിക്കാമേ, ഇത് എവിടെ പോയി കിടക്കുക, എനിക്കിങ്ങ് മനസ്സിലാകുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൻ എന്ത് പണിയാണ് കാണിച്ചത്, വരുന്നവരോടും പോകുന്നവരോടൊക്കെ ചെറുക്കൻ്റെ അനിയൻ എന്തെന്ന് ചോദിച്ചു എന്ത് സമാധാനം പറയും.
ആ ബോധം അവന് വേണ്ടേ അമ്മയെന്ന് ചോദിച്ചു. നീ ഒന്നുകൂടെ വിളിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മയും മോനും കൂടെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ അവൻ ഇന്നത്തെ ദിവസം വരാതിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് അവൻ വന്നില്ല, അവനെ വീട്ടിൽ കയറ്റില്ലെന്ന് രവി അമ്മയോട്. കാര്യം എൻ്റെ 2 മക്കളും പഠിത്തക്കാരൊക്കെയാണ്. പക്ഷേ എനിക്കൊരു ആവശ്യം വന്നാലേ എനിക്കൊരു സഹായത്തിന് സച്ചി ഉണ്ടാവും, ഇന്നും ഉണ്ടായിട്ടുള്ളൂ. അതെനിക്കറിയാം. അവൻ അടുത്തുണ്ടെങ്കിലേ എനിക്കതൊരു ബലം അമ്മ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും എനിക്ക് എൻ്റെ സച്ചി ഇല്ലാണ്ട് പറ്റില്ലെന്നും പറഞ്ഞ് അച്ഛനും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു, മകൻ ജയിലിലും വിഷമിച്ച് നിൽക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു വിശേഷങ്ങൾ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.